भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയിം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 698 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം 10ാമത്തെ സ്കന്ധത്തിലെ 81ാമത്തെ അധ്യായം പൃഥുഗോപാഖ്യാനം എന്ന ആ ഭാഗത്തിലെ 21ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭഗവത് ദർശന നിർവൃതിയിൽ എല്ലാം മറന്ന് ഭഗവാനെക്കുറിച്ച് വിചാരിച്ച് ഭഗവാൻ നൽകിയ സൽക്കാരത്തെയും തന്നോടുള്ള സ്നേഹബഹുമാനങ്ങളെയും കുറിച്ച് ആലോചിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങുന്ന ശ്രീദാമ. ആ ശ്രീദാമാവ് ഭഗവാൻ എനിക്ക് ധനം തരാതിരുന്നതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് തിരിച്ചറിയുന്നിടത്താണ് നാം ഇന്നലെ ഈ സബര്യ സമർപ്പിച്ചത്. ഇതി സഞ്ചിന്തയന്നന്ത പ്രാപ്തോ നിജഗൃഹാന്തികം സൂര്യാനലേന്ദു സംഘാശൈർ വിമാനൈ സർവതോ വ്രതം. ഇതി ഇങ്ങനെ അന്തഃ സഞ്ചിന്തയൻ മനസ്സിൽ നല്ല പോലെ സമ്യക്കായിട്ട് ചിന്തിക്കുന്ന ആ ശ്രീരാമ സൂര്യാനലേന്ദു സംഘാശൈ, സൂര്യൻ, അനലൻ, ഇന്ദു. ഇപ്പൊ സൂര്യൻ, അഗ്നി, ചന്ദ്രൻ ഇവയ്ക്ക് തുല്യമായ വിമാനൈ സർവതഃ വൃതം, വിമാനങ്ങളാൽ 4 ഭാഗത്തും ചുറ്റപ്പെട്ട നിജഗൃഹാന്തികം പ്രാപ്ത, തൻ്റെ ഗൃഹത്തിന്റെ അടുത്തേക്ക് എത്തി. എന്താണ് വിമാനം എന്ന് പറഞ്ഞാൽ? ഇവിടെ വിമാനം എന്നുള്ളത് അധികം നിലകളുള്ള ഭവനങ്ങളെയാണ് വിമാനം എന്ന് പറയാം. ഉപര്യുപരി വിന്യസ്തം, അങ്ങനെ പല പല നിലകളോടുകൂടിയ. അങ്ങനെ ഭഗവാൻ ധനം നൽകാതിരുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന് ചിന്തിച്ച്, അങ്ങനെ നല്ലപോലെ ചിന്തിച്ച് നല്ലപോലെ ഓർത്തും കൊണ്ട് എത്തുമ്പോഴാണ് താൻ അങ്ങോട്ട് പോകുമ്പോഴുണ്ടാവുന്ന രീതി ഒന്നുമല്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോ സൂര്യതുല്യം, ഇന്ദുതുല്യം, വന്യതുല്യം, അങ്ങനെ പ്രഭാജാലങ്ങൾ പരത്തുന്ന നിരവധി ആ 4 ഭാഗവും അലങ്കരിക്കപ്പെട്ട ഭവനങ്ങൾ, അതിൻ്റെ നടുവിലായി തൻ്റെ
ആ ഗൃഹമിരിക്കുന്ന സ്ഥലം അവിടെയായിരുന്നു. അവിടുത്തെ പിന്നത്തെ പ്രത്യേകത എന്തൊക്കെയാ? വിചിത്രോപവനോദ്യാനൈ, വിചിത്രമായ ഉപവനങ്ങളും ഉദ്യാനങ്ങളും, കൂചദ്വിജ കുലാകുലൈ പ്രോദ്ഫുല്ല കുമുദാംഭോജ കൽഹാരോൽപലവാരിഭി. കൂചദ്വിജ കുലാകുലൈ, കൂജത്തുകളായിരിക്കുന്ന പക്ഷികുലങ്ങൾ, ആ പക്ഷികൾ കൂജനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിചിത്രോപവനോദ്യാനൈ, പലതരത്തിലുള്ള ഉപവനങ്ങളും ഉദ്യാനങ്ങളും, പ്രോദ്ഫുല്ല കുമുദാംഭോജ കൽഹാരോൽപലവാരിഭി, വികസിച്ചു നിൽക്കുന്ന അമ്പല്, താമര, കൽഹാരം, ഉൽപ്പലം, ഇങ്ങനെയുള്ളതൊക്കെ അവിടെ. ഉൽപ്പലം എന്ന് പറഞ്ഞാൽ നീലത്താമര. ഇങ്ങനെ പലതരം പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും പുഷ്പിച്ചു നിൽക്കുന്ന ഉപവനങ്ങളും, അതിൻ്റെ മകരന്തം, ആ തേനുണ്ണാൻ, ആ തേനുണ്ട് മതിച്ച് പറക്കുന്ന പക്ഷികൾ, വണ്ടുകൾ, ആ പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിന്റെ മധ്യത്തിൽ ജലാശയങ്ങൾ, ആ കുളത്തിൽ ആമ്പൽ, താമര, കൽഹാരം, നീലത്താമര തുടങ്ങിയൊക്കെ വിടർന്നു നിൽക്കുന്നു. പിന്നെ ജുഷ്ടം സ്വലങ്കൃതൈ പുംഭി സ്ത്രീഭിശ്ച ഹരിണാക്ഷിഭി കിമിതം കസ്യവാസ്ഥാനം കഥം തദിതമിത്യഭു. സ്വലങ്കൃതൈ പുംഭി ഹരിണാക്ഷിഭി സ്ത്രീഭി, നല്ലപോലെ അലങ്കരിക്കപ്പെട്ട പുരുഷന്മാരും ഹരിണാക്ഷിഭി, ഹരിണാക്ഷി മാൻമിഴിയുള്ള മാൻകണ്ണികളായിരിക്കുന്ന സ്ത്രീകളാലും സേവിക്കപ്പെട്ടതാണ് ഈ പ്രദേശം. ഇതം കിം, ഇതെന്താണ്? കസ്യവ, ആരുടെ സ്ഥാനമാണ്, ആരുടെ ഗൃഹമാണ്? അതേപോലെ തത് ഇതി ഇതം കഥം അഭൂത്, അത് ഇങ്ങനെ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുകയാണ്. കാരണം പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നുമല്ല, അവിടെ നിരവധി പൂന്തോട്ടങ്ങളായിരിക്കണു, നല്ല പോലെ ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന പുരുഷന്മാര്, അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകള്. കാരണം ഇതെങ്ങനെ? ആ തേജസ്സിന്റെ ഉള്ളിൽ വിമാനങ്ങൾ കണ്ടപ്പോൾ ഈ മണിമാളികകൾ ആരുടേതാണ് എന്ന് ചിന്തയുണ്ടായി എന്നാണ്. സ്ഥാനം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ഗൃഹം തൻ്റെ ഗൃഹമിരുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? ഏവം മീമാംസമാനം തം നരാനാര്യോമര പ്രഭ പ്രത്യഗൃഹൻ മഹാഭാഗം ഗീതവാദ്യേന ഭൂയസ. ശ്രീരാമ സൂക്ഷിച്ചു നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. കാരണം മാർഗവിഭ്രംശം സംഭവിച്ചു എന്ന് പോലും തോന്നി എന്നാണ് പട്ടേരിപ്പാട് നാരായണീയത്തിൽ അങ്ങനെയാ പറയണത്. എന്തുകൊണ്ടാണ് ഇവിടെ കിം മാർഗവിഭ്രംശ ഇതി ഭ്രമക്ഷണം ഗൃഹം പ്രവിഷ്ട സദദർശ വല്ലഭാം എന്നാണ് പട്ടേരിപ്പാട് പറയണത്. കിം മാർഗവിഭ്രംശ ഇതി ക്ഷണം ഭ്രമൻ, ഇതെന്താണ് വഴിതെറ്റിയോ എന്ന് കുറച്ചു നേരം അമ്പരന്ന് നിന്നു. ഗൃഹം പ്രവിഷ്ട, ഗൃഹത്തിലേക്ക് കടന്നപ്പോഴോ അവിടെ സ സഖീപരീതാം മണിഹേമഭൂഷിതാം വല്ലഭാം ദദർശ, അങ്ങനെയാണ് പട്ടേരിപ്പാട് പറയണത്. അപ്പോ പൊന്നും മണികൾ അണിഞ്ഞുള്ള തന്റെ പത്നിയെ കണ്ടു എന്ന്. ഈ കാണുമ്പോ അവിടെ പിറ്റേന്ന് പോകുന്ന സമയത്ത് പട്ടേരിപ്പാടിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വരിയുണ്ട്, വിചിത്ര രൂപസ്തവ ഖല്ലു അനുഗ്രഹ എന്നുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം പലതരത്തിലാണ്, വിചിത്ര രൂപത്തിലാണെന്നാണ്. ഇവിടെ ആ ശ്രീരാമാവ് വിചാരിക്കുകയാണ്, ഞാൻ വഴിതെറ്റി വീണ്ടും രുക്മിണീ ദേവിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് തന്നെ വന്ന് എത്തിയോ എന്നുള്ള സംശയം. ധനം ആഗ്രഹിച്ചു ഞാൻ തിരിച്ചു വന്നതാണ് എന്ന് ഭഗവാൻ കരുതുവോ എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു അത്രേ. ഏതായാലും ഏവം മീമാംസമാനം തം നരാനാര്യോ അമരപ്രഭ പ്രത്യഗൃഹൻ മഹാഭാഗം ഗീതവാദ്യേന ഭൂയസ. ഏവം മീമാംസമാനം, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മഹാഭാഗം തം, മഹാഭാഗ്യവാനായ. എന്തുകൊണ്ടാ ഭാഗ്യം? അത് കേവലം മഹാത്മാവായത് മാറിയത് ഭഗവാനെ കാണാൻ സാധിച്ചു, ഭഗവാന്റെ പൂജ സ്വീകരിക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ആ ശ്രീരാമാവിനെ അമരപ്രഭാഹ നരാ നാര്യഹ, ദേവസദൃശരായ അമരപ്രഭയോടുകൂടിയ ദേവപ്രഭയോടുകൂടിയ പുരുഷന്മാരും സ്ത്രീകളും ഭൂയസാ ഗീതവാദ്യേന, വളരെ ധാരാളം ഒരുമിച്ച് വാദ്യഘോഷങ്ങളോടുകൂടി പാട്ടും വാദ്യവും ആട്ടവുമൊക്കെ ആയിട്ട് പ്രത്യഗൃഹൻ അദ്ദേഹത്തെ സ്വീകരിച്ചു, പ്രതിഗ്രഹിച്ചു. പതിമാഗതമാകർണ്യ പത്ന്യുദ്ധർഷാദി സംഭ്രമ
നിശ്ചക്രാമഗൃഹാത്തൂർണം രൂപിണി ശ്രീരിവാലയാൽ പതിമാഗതം ആകർണ്യ. ഭർത്താവ് വന്നിരിക്കണു എന്ന് കേട്ടിട്ട് ഉദ്ധർഷാദി സംഭ്രമ, പത്നുദ്ധർഷാദി സംഭ്രമ എന്നാണ്. ഉത്കടമായ സന്തോഷത്തോടും അതോടൊപ്പം പരിഭ്രമത്തോടും കൂടി ആ പത്നി കുചേല ഭാര്യ ആലയാത് രൂപിണി ശ്രീവ, ആലയത്തിൽ നിന്ന് ആ സാക്ഷാൽ ലക്ഷ്മി ഭഗവതി എന്നതുപോലെ ശ്രീ ഇവ രൂപമെടുത്ത, രൂപിണി ശ്രീ ഇവ രൂപമെടുത്ത ലക്ഷ്മി ഭഗവതിയെ പോലെ ഗൃഹാത് തൂർണം നിശ്ചക്രാമ, ഗൃഹത്തിൽ നിന്നും വളരെ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ശ്രീരാമാവ് നോക്കുമ്പോൾ തൻ്റെ പത്നിയാണോ എന്ന് പോലും സംശയിച്ചു എന്നാണ്. കാരണം അതീവ സൗന്ദര്യവും സൗഭാഗ്യവും വിശേഷമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് ലക്ഷ്മി ഭഗവതിയെ പോലെ ദ്വാരകയിൽ ചെന്നപ്പോൾ രുക്മിണിയെ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ ആ വേണ്ട പോലെ ആശ്രയിച്ച ശ്രീരാമാവിന് ഭഗവാൻ ആ ശ്രീരാമാവിന് ശ്രീ പകർന്നുകൊണ്ട് ശ്രീ ഭഗവതിയെ പോലെ ആക്കി മാറ്റി ആ പത്നിയെ. അങ്ങനെ വന്നു. എന്നിട്ടോ മനസാ പരിഷസ്വജേ, അതാണ് അതിന്റെ പ്രത്യേകത. അവിടെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കല്ല, മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു. പതിവ്രത പതിം ദൃഷ്ട്വാ പ്രേമോത്കണ്ഠാശ്രുലോചന മീലിതാക്ഷ്യനമദ്ബുദ്ധ്യാ മനസാ പരിഷസ്വചേ. പതിവ്രത, ഭർത്തൃമതിയായ ആ ഭർത്തൃഭക്തിയോടുകൂടിയ, ഭർത്താവിൽ വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി, അവൾ പതിം ദൃഷ്ട, ഭർത്താവിനെ കണ്ടിട്ട് പ്രേമോത്കണ്ഠാശ്രുലോചന, പ്രേമം കൊണ്ട് ആ ഉത്കണ്ഠ, കണ്ണുകളിൽ ജലകണങ്ങൾ നിറഞ്ഞു. മീലിതാക്ഷി, കണ്ണുകളെങ്ങനെ അടച്ചു. ബുദ്ധിയ അനവൽ, മനസ്സുകൊണ്ട് സങ്കല്പത്തിൽ നമസ്കരിച്ചു. മനസാ പരിഷസ്വജേ, മനസ്സുകൊണ്ട് ആ പരിരംഭണം ചെയ്തു എന്നാണ്. ഭർത്താവിലുള്ള പരമമായ ഭക്തി ബഹുമാനങ്ങൾ, സന്തോഷാധിക്യം കൊണ്ട് ഹർഷബാഷ്പം, കണ്ണീർത്തുള്ളികൾ നിറഞ്ഞു. ആ ജലബിന്ദുക്കൾ താഴത്ത് വീഴാതെ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചു. ഭാവനാ നമസ്കാരം, മനസ്സുകൊണ്ട് ആലിംഗനം. ആളുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ സാഷ്ടാംഗം നമസ്കരിക്കാം. സാഷ്ടാംഗം നമസ്കരിക്കൽ തന്നെ സ്ത്രീകൾ പതിവില്ല അല്ലേ, പഞ്ചാംഗ നമസ്കാരാണ് പതിവ്. അപ്പോ അതുപോലും അവിടെ ഉണ്ടായില്ല. കുലസ്ത്രീകൾക്ക് മുമ്പിൽ വന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിക്കുക അതൊന്നും പാടില്ല എന്നാണ് പഴയ സങ്കല്പം. അപ്പൊ അതുകൊണ്ട് മനസാ പരിഷസ്വജേ, മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഭർത്താവിനെ കണ്ട് ഭാര്യ എങ്ങനെയാണ് ചെയ്തതെങ്കിൽ, ഭാര്യയെ കണ്ടപ്പോഴോ പത്നിം വീക്ഷ്യ വിസ്ഫുരന്തിം ദേവീം വൈമാനികീമിവ ദാസീനാം നിഷ്കകണ്ഠീനാം മധ്യേ ഭാന്തിം സവിസ്മിത. നിഷ്കകണ്ഠീനാം, നിഷ്കങ്ങളിൽ, ആ കണ്ഠങ്ങളിൽ നിഷ്കങ്ങൾ, പതക്കങ്ങൾ ചേർത്തിട്ടുള്ള ആ ദാസികളുടെ മധ്യത്തിൽ വൈമാനികീം ദേവീം ഇവ, വിമാനത്തിലിരിക്കുന്ന ദേവി എന്നതുപോലെ, ദേവസ്ത്രീ എന്നതുപോലെ, വിസ്ഫുരന്തിം, വിശേഷേണ സ്ഫുരന്തി, ശോഭിക്കുന്ന, ഭാന്തിം, ആ തേജസ്സിന് നിധാനമായിരിക്കുന്ന പത്നിയും വീക്ഷ്യ സ വിസ്മിത, തന്റെ ഭാര്യയെ കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി എന്നാണ്, ആശ്ചര്യമുണ്ടായി. പ്രീത സ്വയം തയായുക്ത പ്രവിഷ്ടോ നിജമന്ദിരം മണിസ്തംഭശതോപേതം മഹേന്ദ്രഭവനം യഥാ. ഏതുപോലെയാണ് മഹേന്ദ്രഭവനം യഥാ, ഇന്ദ്രഭവനം, ആ അമരാവതി എന്നതുപോലെ തോന്നി എന്നാണ്. സ്വയം പ്രീത, സ്വതേ സന്തുഷ്ടനായി ആ പെൺകുട്ടിയോട് ചേർന്ന് അവിടെ മണിസ്തംഭശതോപേതം, രത്നസ്തംഭശതങ്ങളോടുകൂടിയ, ആ അനേകം നൂറുകണക്കിന് രത്നസ്തംഭങ്ങളോടുകൂടിയ തൻ്റെ നിജമന്ദിരം, തൻ്റെ ഗൃഹത്തിലേക്ക് മഹേന്ദ്രഭവനം യഥ, ഇന്ദ്രപുരിയിലേക്ക് എന്നതുപോലെ പ്രവേശിച്ചു. അവിടെയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാ? പയഭേന നിഭാശയ്യ ദാന്താരുക്മപരിച്ഛദ
പര്യങ്കാഹേമദണ്ഡാനി ചാമരവ്യജനാനി ച ആസനാനി ച ഹൈമാനി മൃദൂപസ്തരണാനി ച മുക്താദാമ വിളംബീനി വിതാനാനി ദ്യുമന്തി ച സ്വച്ഛസ്ഫടികകുഡ്യേഷു മഹാമാരകതേഷു ച രത്നദീപാഭ്രാജമാന ലലനാരത്ന സംയുത. മൃദു അവിടെ പറയാണ് പയഭേന നിഭാശയ്യ, പാൽനുര പോലെ നല്ല വെളുത്തുള്ള ശയ്യകള്. ദാന്താ രുക്മപരീക്ഷത, ദന്തം കൊണ്ട് ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ സ്വർണ കോപ്പുകളോടുകൂടി രുക്മപരീക്ഷത പര്യങ്ക, ആ പര്യങ്കങ്ങള്. അതേപോലെ ഹേമദണ്ഡാനി ചാമരവ്യജനാനി, സ്വർണപ്പിടികളോടുകൂടിയ ചാമരവ്യജനങ്ങൾ, വെഞ്ചാമരങ്ങൾ. പിന്നെ മൃദൂപസ്തരണാനി, ഏറ്റവും മാർദ്ദവമേറിയ വിരിപ്പുകളോടുകൂടിയ ഹൈമാനി, സ്വർണനിർമ്മിതങ്ങളായ ആസനാനി ച, സിംഹാസനങ്ങൾ. മുക്താദാമ വിളംബീനി, മുത്തുമാലകൾ ഇഴഞ്ഞു കിടക്കുന്ന ദ്യുമന്തിജ, ശോഭയുള്ളതായിട്ടുള്ള വിതാനാനി ച, വിതാനങ്ങൾ. സ്വച്ഛസ്ഫടികഗുഡ്യേഷു മഹാമാരകതേഷു ച, നിർമ്മലമായ സ്വച്ഛമായ സ്ഫടികക്കല്ലുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത ചുമരുകൾ. മഹാമാരകതേഷു ച, മഹാമരതകങ്ങൾ കൊണ്ടുണ്ടാക്കിയ, അതേപോലെ ഭ്രാജമാന, മിന്നിത്തിളങ്ങുന്ന, പ്രകാശിക്കുന്ന, ലലനാരത്ന സംയുത, സ്ത്രീരത്നങ്ങളോടുകൂടിയ രത്ന ദീപങ്ങൾ എന്ന് പറയുന്നു. ചുമരിൽ ചേർത്ത് വയ്ക്കുന്ന വിളക്കുകളുണ്ട്, പണ്ടുണ്ട്. പക്ഷേ അത് സാധാരണ മൺകുപ്പി വിളക്കുകളാണ്. രത്നങ്ങൾ സ്വർണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോ ഉള്ളത്. ഈ വിളക്കുകളുടെ സമീപത്തോടുകൂടി സുന്ദരികൾ ഇങ്ങനെ നടന്നു പോകുന്നു. ലലനാരത്ന സംയുത രത്നദീപ. ഇതൊക്കെ കണ്ടട്ടോ. വിലോക്യ ബ്രാഹ്മണസ്തത്ര സമൃദ്ധി സർവസമ്പദാം തർക്കയാമാസ നിർവ്യഗ്ര സ്വസമൃദ്ധിമഹൈതുകീം. തത്ര സർവസമ്പദാം, സകല സമ്പത്തുകളുടെയും സമൃദ്ധികളെ ബ്രാഹ്മണ വിലോക്യ, ബ്രാഹ്മണൻ കണ്ടിട്ട്, ഇവിടെ നിർവ്യഗ്രഹ, ഒട്ടും തന്നെ സംഭ്രമം ഉണ്ടായില്ല എന്നാണ്. അഹൈതുകീം സ്വസമൃദ്ധിയും തർക്കയാമാസ, യദൃച്ഛയാ സംഭവിച്ച തൻ്റെ സമൃദ്ധിയെക്കുറിച്ച് അദ്ദേഹം ഊഹിച്ചു. കാരണം ഇവിടെ സർവസമ്പൽ സമൃദ്ധി കണ്ടപ്പോൾ പരിഭ്രമം ഉണ്ടായില്ല. കാരണം ഏതാ, ഇത് ഒരു ദിവസം ഇത്രമാത്രം സംഭവിക്കാൻ ലൗകികമായ കാര്യം കൊണ്ട് സാധിക്കില്ല, ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി എന്നാണ്. അങ്ങനെ അദ്ദേഹം വിചാരിക്കുകയാണ്, നൂനം ബദൈതൻ മമ ദുർഭഗസ്യ ശശ്വൽ ദരിദ്രസ്യ സമൃദ്ധി ഹേതു മഹാവിഭൂതേരവലോകതോന്യോ നൈവോപപദ്യേത യദുത്തമസ്യ. ശശ്വൽ ദരിദ്രസ്യ, എന്നും ദാരിദ്ര്യം മാത്രമുള്ള, ദുർഭഗസ്യ, ഭാഗ്യഹീനനായ, ഏതൻ മമ, ഈ എൻ്റെ സമൃദ്ധി ഹേതു, ഈ സമൃദ്ധിക്ക് കാരണം മഹാവിഭൂതേ യദുത്തമസ്യ അവലോകതഃ, മഹാവിഭൂതിയായിരിക്കുന്ന യദൂത്തമനായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ അവലോകനത്തിൽ നിന്ന്. അന്യം ന ഉപപദ്യത, മറ്റൊന്നും അതിന് യോജിച്ചതല്ല. ഭഗവാൻ വേണ്ട പോലെ ശ്രീകൃഷ്ണമൂർത്തിയുടെ കരുണാകടാക്ഷം, ആ കൃപാ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ നിത്യദരിദ്രനായ, ഭാഗ്യഹീനനായ, ആ ദൗർഭാഗ്യവാനായ എനിക്ക് ഇത്രയും സമ്പൽ സമൃദ്ധികൾ ഉണ്ടായെങ്കിൽ അത് ആ ഭഗവാന്റെ കാരുണ്യാണ്. അഘടിത ഘടനാ സമർത്ഥയാകും, അല്ലെ, മായാശക്തിയെ സ്വാധീനമാക്കിയ മഹാവിഭൂതി ഭഗവാൻ. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണമൂർത്തിയുടെ ഐന്ദ്രജാല പ്രകടനം മാത്രമാണ് ഇത്. മറ്റാർക്കും ഇങ്ങനെ സാധിക്കില്ല. ഇച്ഛയിൽ, സങ്കല്പമാത്രയിൽ എല്ലാം നിയന്ത്രിക്കുന്ന അവിടുത്തേക്ക് വിചിത്ര രൂപസ്തവ ഖല്ലു അനുഗ്രഹ. ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെയാണല്ലോ. നോക്കൂ, നന്വബ്രുവാണോ ദിശതേ സമക്ഷം
യാചിഷ്ണവേ ഭൂര്യപി ഭൂരി ഭോജ പർജന്യവത്തൽ സ്വയമീക്ഷമാണോ ദാശാർഹ കാണാമൃഷഭ സഖാമേ. ദാശാർഹ കാണാം, ദാശാർഹകന്മാരുടെ ഋഷഭ ശ്രേഷ്ഠൻ, ഭൂരിഭോജ ബഹുഭക്ഷകനായിരിക്കുന്ന മേ സഖ എൻ്റെ കൂട്ടുകാരൻ, യാചിഷ്ണവേ യാചിക്കുന്നവനായിട്ട്, ഭൂര്യപി സ്വയം ഈക്ഷമാണ് അധികമാണെങ്കിലും താനെ തന്നെ കടാക്ഷിക്കുന്നവനായി, മുമ്പിൽ വെച്ച് അബ്രുവാണ് പറയാത്തവനായിട്ട്, പർജന്യവത്തൽ തത് ദിശതൈനു മേഘം പോലെ വർഷിക്കല്ലേ ഉണ്ടായത് എന്നാണ്. ഞാൻ നിനക്ക് ഇതൊക്കെ തരുണു എന്ന് ഭഗവാൻ പറഞ്ഞു? ഇല്ല. ഈ ഐശ്വര്യം തന്നത് അദ്ദേഹമാണെങ്കിൽ എന്തുകൊണ്ട് ആ ഭഗവാൻ നിന്നോട് ഇത് പറഞ്ഞില്ല എന്നാണെങ്കിൽ, മുൻകൂട്ടി പറയാതെ തന്നെ യാചകന് ധനം കൊടുക്കും ഭഗവാൻ, ഭൂരിഭോജൻ. അതുകൊണ്ട് മറ്റൊരുവന് എത്രയധികം കൊടുത്താലും അത് കുറഞ്ഞതാണ് എന്നാണ് ഭഗവാന്റെ സങ്കല്പം. സ്വല്പം കൊടുത്തത് യാചകൻ അറിയാതെ കഴിക്കുന്നതാണ് നല്ലത് എന്നുള്ള വിചാരം കൊണ്ട് ഭഗവാന്റെ കടാക്ഷം ഒരു മേഘം എന്നതുപോലെ ഭക്തനിൽ പെയ്യുന്നു. ഭഗവാൻ ലക്ഷ്മീകാന്തനാണ്, എല്ലാ ഐശ്വര്യവും ഭഗവാന്റെ കയ്യിലാണ്. അപ്പൊ സർവവും തന്നിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനി തനിക്കൊന്നും വേണം എന്ന ആഗ്രഹമില്ലാത്തത് കൊണ്ട് ആപ്തകാമനായിരിക്കുന്ന ഭഗവാൻ ചോദിക്കുന്ന ആളുകൾക്ക് മുഴുവൻ കൊടുക്കും. എല്ലാം കൊണ്ട് തൃപ്തിയായിരിക്കുന്ന ഒരാൾക്ക് എത്ര കൊടുത്താലും ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്ക് പോരാ പോരാ എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ മടി വരുന്നത്. ഞാനിത് കൊടുത്താൽ എനിക്കില്ലാതെയാവൂ എന്നുള്ള പേടിയാണ്. ഭഗവാൻ അങ്ങനെയുള്ള പേടിയില്ല എന്നാണ്. അപ്പൊ എത്രയധികം കൊടുത്താലും അത് അധികമാണെന്ന് കരുതില്ല, മറിച്ച് ഇത്രയേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് വിചാരിക്കുക. അപ്പൊ അങ്ങനെ കുറച്ച് കൊടുക്കുമ്പോ കൊടുക്കുന്ന ആള് പറയില്ലല്ലോ. സാധാരണ രീതിയിൽ നമ്മളാണെങ്കിലും പറയും, കുറെ കൊടുത്തു എന്ന് അഹങ്കരിച്ചിട്ട് നമ്മൾ പറയും കുറച്ചേ ഉള്ളൂ കേട്ടോ, എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, ഇതേപോലെ. അതുകൊണ്ട് ദാതാവിന് നാണത്തിന് കാരണമാണ് കുറച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ചിലപ്പോ പറയില്ല. ഇതേപോലെ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, വിവാഹത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ കേമായിട്ട് അവരവരുടെ പേരൊക്കെ എഴുതി കൊടുക്കും, ഞാൻ ഇന്നത് തന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചില ആളുകൾക്ക് തോന്നും, അയ്യോ ഞാൻ ഇത്രേ കൊടുത്തുള്ളൂ എന്ന് അവർക്ക് തോന്നിയാൽ അതെനിക്ക് കുറച്ചല്ലേ എന്ന് വിചാരിച്ച് അവർ പേരൊന്നും എഴുതില്ല. കുറെ ആളുകൾ കൊടുത്തുല്ലോ, അതിൽ ഞാനും കൊടുത്തു എന്നറിയാം, എന്താ കൊടുത്തതെന്ന് അറിയില്ല. ഇവിടെ ഭഗവാൻ അതുകൊണ്ടൊന്നുമല്ല, ഭഗവാന് കൊടുത്തിട്ടും ഭക്തന് കൊടുത്തിട്ടും മതിയാവണില്ല. ഇതിത്ര പറഞ്ഞ് ഘോഷിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാന്റെ സങ്കല്പം. ഇപ്പൊ മേഘം ജലം സംഭരിച്ചു വെച്ചേക്കണം, എത്ര ജലാണെന്ന് വെച്ചാൽ നിഷ്ഠയില്ല. അങ്ങനെയുള്ള മേഘം എന്തു ചെയ്യും? ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരറിയാതെ തന്നെ മഴ പെയ്ത് അവരെ അനുഗ്രഹിക്കും. രാത്രി ചിലപ്പോ കർഷകർ കിടന്നുറങ്ങുമ്പോഴാവും അതിഗംഭീരമായിട്ടുള്ള മഴ. വെള്ളം വേണം എന്നിങ്ങനെ ആഗ്രഹിച്ചു, പിറ്റേന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ എല്ലായിടത്തും വെള്ളം. ഇതേപോലെ തൻ്റെ ഭക്തനു വേണ്ടി എത്ര കൊടുത്താലും അത് മതിയാവാത്ത ഭഗവാൻ അത് പറയാറില്ല എന്ന് ശ്രീതാമാവ് കണ്ടെത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, കിഞ്ചിൽ കരോത്യുർവപിയൽ സ്വദത്തം സുഹൃത്കൃതം ഭൽഗ്വവിഭൂരികാരി മയോപനീതം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹീൽ പ്രീതിയുതോ മഹാത്മാ. സ്വദത്തം യത് തത്, തന്നാൽ നൽകപ്പെട്ടത് എന്താണോ അത്, ഉരുവപി മഹത്വം നിറഞ്ഞതാണെങ്കിലും കിഞ്ചിൽ കരോതി അല്പയുള്ളൂ എന്ന് പറയും. സുഹൃത്കൃതം സുഹൃത്ത് ചെയ്യപ്പെട്ടതോ, ഞാനിവിടുന്ന് കൊണ്ടുപോയി കൊടുത്തത് ഭൽഗുവപി ഏറ്റവും കുറവാണെങ്കിലും ഭൂരികാരി എത്രയാണ് എന്ന് പറയും. അതുകൊണ്ടല്ലേ മയാ ഉപനീതം, എന്നാൽ അവിടെ എത്തിക്കപ്പെട്ട പൃഥുകൈക മുഷ്ടി ഒരു പിടി അവിലിനെ മഹാത്മാവായ കൃഷ്ണൻ പ്രീതിയുത പ്രത്യഗ്രഹി ഏറ്റവും സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിച്ചത്. താൻ ഭക്തന് നൽകുന്നത് എത്രയോ മഹത്വമേറിയതാണെങ്കിലും അതിനെ ലഘുവായി കാണുകയും ഭക്തൻ കൊടുക്കുന്നത് എത്ര ലഘുവാണെങ്കിലും അതിനെ മഹത്വമേറിയതായി കാണുകയും അത് ഭഗവാന്റെ രീതിയാണ്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ തന്നിട്ടും എന്നോടൊന്നും പറഞ്ഞില്ല, മറിച്ച് ഞാൻ കൊടുത്ത ആ ഒരു പിടി അവലിനെ
എത്രയും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. നന്വേതതുപനീതമ്മേ പരമപ്രീണനം സഖേ എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പോ എന്താ ആഗ്രഹിക്കണത്? തസ്യൈവ മേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ. തസ്യൈവ മേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ. മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതസ്തൽ പുരുഷപ്രസംഗ. തസ്യ ഏവ മേ, ആ ഭഗവാന്റെ പാദസംബന്ധിയായ എനിക്ക് പുനർജന്മനി ജന്മനി, ഇനി എത്ര ജന്മം ഉണ്ടായാലും സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം, സൗഹൃദം, സഖ്യം, മൈത്രി, ദാസ്യം ഇത് ഉണ്ടാവണേ. ഗുണാലയേന, ഗുണങ്ങളിലൂടെ ആ ഗുണങ്ങളുടെ നിവാസസ്ഥാനമായിരിക്കുന്ന മഹാനുഭാവനോട്. ഭഗവത് ഭക്തി ഉണ്ടായാൽ മാത്രം മഹാനുഭാവനും അതേപോലെ തന്നെ വിഷജ്യത, വിശേഷമായ സംഘത്തെ പ്രാപിച്ച എനിക്ക് തൽപുരുഷപ്രസംഗ, എൻ്റെ ഭക്തന്മാരോട്, എൻ്റെ ജനങ്ങളോട് പ്രകർഷേണയുള്ള സംഘം, പ്രസംഗം, ഇതാണ് പ്രകർഷേണയുള്ള സംഘം, വിശേഷമായ സംഘം, അത് എനിക്കുണ്ടാവണേ. നമ്മൾ പറയുന്ന പ്രസംഗമല്ല, ഇവിടെ പ്രകർഷേണയുള്ള വിശേഷമായ സംഘം ഭക്തജനങ്ങളോട് എനിക്ക് എന്നെന്നും ഉണ്ടാവണേ. ഭക്തായ ചിത്ര ഭഗവാൻ ഹി സമ്പദോ രാജ്യം വിഭൂതിർന സമർത്ഥയത്യജ. അദീർഘബോധായ വിചക്ഷണ സ്വയം പശ്യൻ നിപാതം ധനിനാം മദോദ്ധവം. ഇവിടെ ശ്രീരാമാവ് പറയുകയാണ്, ഭഗവാൻ ധനിനാം മദോദ്ധവം നിപാതം പശ്യൻ, ധനമുള്ള ആളുകളുടെ മതത്തിൽ നിന്നുണ്ടാകുന്ന അധപ്പതനത്തെ കാണുന്നവനായിട്ട്, സ്വയം വിചക്ഷണ, താൻ സമർത്ഥനാണെങ്കിലും രാജ്യം, വിഭൂതി, രാജ്യത്തെയും ഐശ്വര്യങ്ങളെയും, ചിത്രാഹ, അനേക തരത്തിലുള്ള സമ്പത്തുകളെയും, അജഹ, ജന്മാതിരഹിതനായിരിക്കുന്ന അജനായിരിക്കുന്ന ഭഗവാൻ അദീർഘബോധായ, ദീർഘബോധത്തോട് കൂടാതിരിക്കുന്ന ഭക്തനായി ന സമർത്ഥയതി, ദാനം ചെയ്യില്ല. ഇത് ഭഗവാന്റെ രീതിയാണ്. ഭക്തിയുടെ ഫലമായി സമ്പത്തിനെ പ്രാപിച്ചില്ലേ, അപ്പോ ഇനിയും ഭക്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നാണെങ്കിൽ, ഭഗവാൻ തൻ്റെ ഭക്തന് രാജ്യത്തെയോ കളത്രപുത്രാദി ഐശ്വര്യങ്ങളെയോ ഒന്നും കൊടുക്കില്ല. കാരണം അത് പരമാത്മജ്ഞാനത്തെ മറയ്ക്കുന്നതാണ്, അതിനെ തടുക്കുന്നതാണ്, ജനിപ്പിക്കാത്തതാണ്. ധനികൾക്ക് ധനം വർദ്ധിക്കുന്തോറും മനസ്സിൽ മതം വർദ്ധിക്കും, അങ്ങനെ അധപ്പതനം സംഭവിക്കും. അത് കണ്ടറിഞ്ഞതുകൊണ്ട് താൻ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്ന ഭക്തന് ധനാദികൾ നൽകാതെ ഭക്തിയെ മാത്രമേ കൊടുക്കുള്ളൂ. എനിക്കിപ്പോ ഭക്തി തന്നു ഭഗവാൻ, പക്ഷേ എൻ്റെ ഭക്തി സുദൃഢമല്ല, അതുകൊണ്ടാണ് എനിക്കിപ്പോ സമ്പത്ത് തന്നത്. ഞാൻ ഏറ്റവും ഉത്തമനായ ഭക്തനായിരുന്നുവെങ്കിൽ എനിക്ക് ഭഗവാൻ ഇതൊന്നും തരുമായിരുന്നില്ല. സമ്പത്തിന്റെ ലാഭത്തിൽ സുദാമാവ് പരിതപിച്ചു. ഭക്തിയെ വേണം എന്നാണ് ശ്രീദാമാവ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഇദ്ധം വ്യവസിതോ ബുദ്ധ്യാ ഭക്തോദീവ ജനാർദ്ദനെ വിഷയാഞ്ജായയാത്യക്ഷ്യൻ ബുഭുജേ നാതിലംപട. ജനാർദ്ദനെ അതീവ ഭക്ത, ജനാർദ്ദനൻ, ആ ശ്രീകൃഷ്ണനിൽ ഏറ്റവും ഭക്തിയുള്ളവൻ, ബുദ്ധി കൊണ്ട്, ആ സുദാമാവ്, ശ്രീദാമാവ് ബുദ്ധി കൊണ്ട് ഇദ്ധം വ്യവസിത, ഇങ്ങനെ നിശ്ചയിച്ചിട്ട്, വിഷയാൻ ത്യക്ഷ്യൻ, വിഷയങ്ങളെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നവനായി, അതിലംപട, അതിതാല്പര്യമില്ലാത്തവനായി, ജായയ ബുഭുജ, ഭാര്യയോടുകൂടി അതിനെയൊക്കെ അനുഭവിച്ചു. വിഷയസുഖങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയവനാണെങ്കിലും പത്നിയുടെ ഇഷ്ടസിദ്ധിക്ക് വേണ്ടി അതിനെ അംഗീകരിച്ചു, ഉദാസീനനായി അതിനെയൊക്കെ സ്വീകരിച്ചു എന്നാണ്. ഭക്തിയെ എനിക്ക് വേണ്ടൂ എന്നാണ്. എനിക്ക് ധനത്തിന്റെ ശക്തി വേണ്ട, മനം നിറയെ
ഭക്തി മതി എന്നാണ് ശ്രീരാമാവിന്റെ ചിന്ത. ദുർഭഗനാമി നിത്യദരിദ്രനോ ദുർലഭമായ സൗഖ്യം ലഭിച്ചതും ദ്വാരകാനാഥൻ ശ്രീകൃഷ്ണൻ തന്നുടെ ദുഃഖമാറ്റുന്ന ദർശനം കൊണ്ടല്ലോ. ഒന്നുമൊന്നും പറയാതെ മാധവൻ എല്ലാം എനിക്കേകിക്കൊണ്ടൽ പോൽ മേഘജാലങ്ങൾ വർഷമായി പെയ്യുന്നു. മേഘവർണ്ണനോ കാരുണ്യവർഷവും. ഇല്ലയൊന്നിലും മോഹങ്ങളെങ്കിലും ഇല്ലമൊന്നെനിക്കേകിനാൻ ശ്രീധരൻ. ഇല്ലത്തമ്മയെന്നാശിച്ച പോലവേ ഇല്ലാതാക്കിനാൻ ദുഃഖങ്ങളൊക്കെയും. ഭക്തർക്കേകുന്ന സമ്പൽ സമൃദ്ധികൾ നിസ്സാരമായി കാണുന്നു കേശവൻ. ഏറ്റുവാങ്ങുന്ന ഭക്ത സമർപ്പണം എത്രയും ശ്രേഷ്ഠമെന്നു കരുതുന്നു. കീറിയ തുണി തന്നിൽ പൊതിഞ്ഞൊരു കല്ലും മണ്ണും നിറഞ്ഞോരവീലിനെ ഏറെ മോദേന വാരിക്കഴിച്ചതും ഏറിടും നിന്റെ കാരുണ്യമല്ലയോ. കൃഷ്ണസഖ്യവും മൈത്രിയും ദാസ്യവും എന്നുമെന്നിൽ നിറയണേ ശ്രീഹരേ. നിന്റെ ഭക്തർ തൻ പാദങ്ങളിലെന്നും നാശമില്ലാത്ത ഭക്തി വളർത്തണേ. ധനമുണ്ടാക്കും ഐശ്വര്യദർപ്പത്തെ ധരാകാന്തനാം കൃഷ്ണനറിയുന്നു. ധനം ഭക്തനു നൽകുമ്പോൾ ശ്രീഹരി മനം തന്നിലോ ഭക്തി വളർത്തുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ആ ചിന്തകളോടുകൂടി തസ്യ വൈ ദേവദേവസ്യ ഹരേർ യജ്ഞപതേ പ്രഭോ ബ്രാഹ്മണ പ്രഭവോ ദൈവം ന തേഭ്യോ വിദ്യത്തെ പരം. ദേവദേവസ്യ യജ്ഞപതേ ഹരേ പ്രഭോ തസ്യ. ദേവന്മാർക്കും ദേവനായ യജ്ഞപതിയായിരിക്കുന്ന ഹരിയായ സ്വാമിയായ തസ്യ അവന് ബ്രാഹ്മണാഹ ബ്രാഹ്മണർ പ്രഭവ പ്രഭുക്കളും ദൈവം ദൈവവുമാണ്. തേഭ്യ പരം ന വിദ്യത്തെ അവരിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ശ്രീശു ബ്രഹ്മർഷി ഈ അധ്യായം സമർപ്പിക്കുന്നത്. ബ്രഹ്മാദിദേവന്മാർക്കും ദേവനായി യാഗപതിയായി എല്ലാ യാഗങ്ങളിലും ആരാധിക്കുന്ന ആ ശ്രീഹരി മഹാപ്രഭുവായ ഭഗവാൻ ബ്രാഹ്മണരെ ആരാധ്യരായും ദൈവമായും കരുതുന്നു. അവരെക്കാൾ മീതെ വേറെ ആരുമില്ല. അത് കേവലം ബ്രാഹ്മണ കുലത്തിൽ പിറന്നു എന്നതുകൊണ്ടല്ല. ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ, ഈശ്വരനെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. അതുകൊണ്ട് ഉത്തമനായ ഭക്തനാണ് ബ്രാഹ്മണൻ. ഇപ്പൊ ഭക്തന്മാരിൽ ഭഗവാൻ അത്യന്തം പ്രേമമുള്ളവനാണ്. നമ്മെ ഭക്തപ്രണശ്യതി എന്ന് പറയുന്ന ഭഗവാൻ കൽപ്പതരുവാണ്. ഭക്തന്മാരുടെ മുമ്പിൽ ഭക്ത പാരിജാതമാണ് ഭഗവാൻ എന്നൊക്കെ പറയുന്നു. ആ ഭക്തവത്സലൻ ഏവം സ വിപ്രോ ഭഗവൽ സുഹൃത്തദാ ദൃഷ്ട്വാ സ്വഭൃത്യൈരജിതം പരാജിതം തദ്ധ്യാനവേഗോദ്ഗ്രഥിതാത്മബന്ധനസ്തദ്ധാമ ലേഭേ അചിരത
സതാം ഗതിം. ഭഗവൽ സുഹൃൽ സ വിപ്രാം. ഭഗവാന്റെ കൂട്ടുകാരനായ ബ്രാഹ്മണൻ ഏവം അജിതം സ്വഭൃത്യൈ പരാജിതം. ഇങ്ങനെ അജിതനായി ജയിക്കപ്പെടാത്തവനെ സ്വഭക്തന്മാരാൽ ജയിക്കപ്പെട്ടവനായി കണ്ടിട്ട്, ഭഗവാനെ ജയിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? ഭക്തന്മാർക്ക്. അത് കണ്ട ആ ശ്രീരാമ തദ്ധ്യാനവേഗോദ്ഗ്രഥിതാത്മബന്ധന, ആ ഭഗവാന്റെ ധ്യാനം, ഭഗവാനെ ധ്യാനിച്ച് അത് സ്ഥിരം ചെയ്ത് ആ അഹങ്കാരമൊക്കെ നശിച്ച് അവിടെ അചിരേണ അചിരതഃ സതാം ഗതി, ഉടനെ സജ്ജനങ്ങളുടെ ആശ്രയമായിരിക്കുന്ന തദ്ധാമ, ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേർന്നു. ആ ധാമത്തെ ലഭിച്ചു. ലേഭേ അചിരത സതാം ഗതിം എന്നാണ്. അപ്പോ ഹൃദയഗ്രന്ഥികൾ തകർന്നു. അഹങ്കാര ബന്ധം വിട്ട് താമസം കൂടാതെ ഭഗവാന്റെ ലോകത്തിലേക്ക് സജ്ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആ വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു ശ്രീരാമ. ഏതദ് ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യതേ. ഇതിന്റെ ഫലശ്രുതി പറഞ്ഞു. ബ്രഹ്മണ്യദേവസ്യ, ബ്രാഹ്മണനെ ദേവനായി കാണുന്ന ഭഗവാന്റെ ബ്രഹ്മണ്യതാം ഏതത് ശ്രുത്വ, ബ്രാഹ്മണ ഭക്തിയെ പ്രതിപാദിക്കുന്ന ഈ പൃഥുഗോപാഖ്യാനം അല്ലെങ്കിൽ ശ്രീരാമചരിതം ഇത് കേട്ടിട്ട് നരൻ ഭഗവതി ലബ്ധഭാവ, ഭഗവാനിൽ ലഭിച്ച ഭാവത്തോടു കൂടിയവനായി കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു എന്നാണ്. ഇവിടെ ഭഗവത് ഭക്തി ഉണ്ടാവും. അങ്ങനെ അതിലൂടെ കർമ്മ പാശങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും എന്നും അവിടെ ഏതാ പറയുന്നു. കണ്ണീരു കൊണ്ടെൻ്റെ കാലു കഴുകിയ കണ്ണന്റെ കാരുണ്യമോർത്തിടുമ്പോൾ കണ്ണുകൾ ആനന്ദ കടലായി തീരുന്നു. കണ്ണാനി എന്നുടെ ഇഷ്ടതോഴൻ, എത്രയും മാലിന്യമേറിയോരെന്നുടൽ, എത്രയും സ്നേഹത്താൽ നീ പുണർന്നു. ഏട്ടനെ കേറ്റിയിരുത്തുന്ന പീഠത്തിൽ ഏഴയാമെന്നെ നീ കൊണ്ടിരുത്തി. ചന്ദനം ചാർത്തി നീ പൂമാല ചാർത്തി നീ ചാരുകളേബരാ വാസുദേവ. സ്വാദിഷ്ടമായുള്ള ഭോജ്യങ്ങളൊക്കവേ സ്വാർത്ഥതയില്ലാതെ നൽകി മോദാൽ കണ്ണീരു വീണു കുഴഞ്ഞോരവിലിനെ കണ്ണാ കാർവർണ ഹരേ ഗുരുവായൂരപ്പ കണ്ണ കാർവർണ കരിമുകിൽ വർണ്ണ കായാമ്പുവർണ കൃഷ്ണ കാരുണ്യ സിന്ധോ കണ്ണീരു വീണു കുഴഞ്ഞോരവിലിനെ കണ്ണാനി സ്നേഹത്താൽ ധന്യമാക്കി. ഈരേഴു ലോകത്തിൽ കിട്ടാത്ത വസ്തു പോൽ ഈരേഴു ലോകേശ നീ കവർന്നു. സമ്പത്തു വന്നീടിൽ ആപത്തുണ്ടായിടും സർവേശ്വരനൊന്നും നൽകിയില്ല. ഭക്തിയുണരുവാൻ ശക്തി പകർന്നു നീ. മുക്തിപ്രദനാകും നാരായണൻ വിത്തത്തിൽ ആസക്തി കാട്ടാതെ ജീവിച്ചു. വിഷ്ണുഭക്തൻ സുധാമാവും മുദാ സർവേശ്വരനെ
എന്നും ഹൃത്തിൽ നിറച്ചൊരാ വിശ്വേശ്വരനെ എന്നും ഹൃത്തിൽ നിറച്ചൊരാ വിപ്രന്റെ ജീവിതം ധന്യധന്യം. അജിതാ ഹരേ ജയ, അജിതാ ഹരേ ജയ, അജിതാ ഹരേ ജയ ഭക്തബന്ധോ. അജിതാ ഹരേ ജയ, അജിതാ ഹരേ ജയ, അജിതാ ഹരേ ജയ ഭക്തബന്ധോ. ആ കാരുണ്യസ്വരൂപന്റെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് ഈ ദശമസ്കന്ധത്തിലെ പൃഥുഗോപാഖ്യാനം എന്ന 81-ാമത്തെ അധ്യായം സമർപ്പിക്കാം. ശ്രീദാമാവിന്റെ കയ്യിൽ നിന്നും അവിൽക്കിഴി തട്ടിപ്പറിച്ചെടുത്ത കാരുണ്യസ്വരൂപൻ നമ്മളുടെ അറിവില്ലായ്മയുടെ അഴൽപ്പൊതി, ഈ അക്ഷരപ്പൊതി ആനന്ദ നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ ഭഗവാന്റെ ഒരു കുടുംബ സംഗമത്തിൻ്റെ കഥയാണ് 3 അധ്യായങ്ങളിലൂടെയായി നമുക്ക് കേൾക്കാൻ സാധിക്കുക. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാൻ, ആനന്ദിക്കാൻ, അനുഭവപ്പെടാൻ ആ ആനന്ദസ്വരൂപനായ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ
ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി 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 ഹരി ഓം.